അതെ നികേഷ്, ഇവിടെ കോഴിക്കോട് നടക്കാവിലുള്ള ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ 4 ഇനങ്ങൾ ഉണ്ട് എന്നാണ് ജീവനക്കാർ നമ്മളോട് പറഞ്ഞത്. നമ്മൾ പരിശോധിച്ചപ്പോഴും 4 ഇനങ്ങളാണ് കണ്ടത്. ചെറുപയർ, ഉഴുന്ന്, കടല, വെളിച്ചെണ്ണ എന്നീ ഇനങ്ങൾ മാത്രമാണ്, സബ്സിഡിയുള്ള ഇനങ്ങൾ മാത്രമാണ് ഈ ഔട്ട്ലെറ്റിൽ ബാക്കിയുള്ളത്. സബ്സിഡിയുള്ള പഞ്ചസാര, അരി, മുളക്, മല്ലി, വൻപയർ എന്നിവയൊന്നും കോഴിക്കോട്ടെ ഔട്ട്ലെറ്റിൽ നിലവിലില്ല. സാധനം വാങ്ങാൻ വന്നതാണോ ചേച്ചി? എല്ലാ സാധനവും കിട്ടിയോ? ഓക്കെ. അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അതായത് നേരത്തെ ഒരാൾ മാത്രമാണ് വന്നത്. ഇന്ന് പെസഹ വ്യാഴം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇന്ന് സപ്ലൈകോ തുറക്കുമോ എന്ന സംശയമുള്ളതിനാൽ ആയിരിക്കും കൂടുതൽ ആളുകൾ വരാതിരിക്കുന്നത്. ഏതായാലും സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് അവർ പോകുന്നത്. സബ്സിഡിയുള്ള പഞ്ചസാര, അരി, മുളക്, മല്ലി, വൻപയർ എന്നിവയെല്ലാം കോഴിക്കോട് ഔട്ട്ലെറ്റിൽ തീർന്നു എന്നാണ് നമുക്ക് നേരത്തെ പരിശോധിച്ചപ്പോഴും ഇവിടുത്തെ ജീവനക്കാരും പറഞ്ഞത്. സബ്സിഡി ഇല്ലാത്ത പരിപ്പ് മാത്രമേ ഔട്ട്ലെറ്റിൽ സ്റ്റോക്കുള്ളൂ. പിന്നീട് സാധാരണ ഇനങ്ങൾ, അതായത് സാധാരണ വിലയ്ക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം റാക്കുകളെല്ലാം കാലിയായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് വലിയ തരത്തിൽ സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മന്ത്രി പറഞ്ഞതുപോലെയാണെങ്കിൽ 9 ഇനങ്ങൾ നാളെയോ മറ്റന്നാളോ കൊണ്ട് വരുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പുള്ളത്. പക്ഷേ കോഴിക്കോട് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ 4 ഇനങ്ങൾ മാത്രമാണ് സബ്സിഡി ഉള്ളത്. ബാക്കിയുള്ള 8ഓളം ഇനങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അതാണ് കോഴിക്കോട്ടെ അവസ്ഥ. പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്ന് നമ്മോടൊപ്പം ഉണ്ട്. പ്രവീൺ, പത്തനംതിട്ടയിൽ പക്ഷേ 13 ഇനങ്ങളുണ്ടാവും. നികേഷ്, പത്തനംതിട്ട നഗരത്തിലെ പത്തനംതിട്ട സപ്ലൈകോയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ധാരാളം ആളുകൾ ഈ സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. ഈസ്റ്റർ ഒക്കെ വരാൻ പോവുകയാണ്. ഇന്ന് പെസഹ വ്യാഴം കൂടിയാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവിടെ 3 ഇനം സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കത് ഓഫീസറോട് തന്നെ ചോദിച്ചു നോക്കാം. മേഡം ഇവിടെ പഞ്ചസാരയും തോമരയും ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും ഇന്നലെ എത്തിയിട്ടുണ്ട്. സബ്സിഡി ദിനത്തിലുള്ള മുളകും മല്ലിയും വരെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വിഷു വരെയുള്ള സാധനങ്ങളായിട്ട് എത്തിക്കുന്നത്. ബാക്കിയുള്ള സപ്ലൈകോ ജില്ലയിലെ അവസ്ഥ അറിയാമോ? ഫെയറിലെല്ലാം സാധനങ്ങൾ ചെന്നിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തെല്ലാം ഇന്നുകൊണ്ട് എത്തിക്കുമായിരിക്കും. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. നമ്മുടെ ഓഫീസുകളെല്ലാം ഇന്ന് സാധനങ്ങൾ എത്തിക്കും. അവിടെ എങ്ങനെയാ ഈ 13 ഇനം സബ്സിഡി സാധനങ്ങൾ ഗുഡ് ഫ്രൈഡേക്ക് തന്നെ ഉഴുന്ന് 1 കിലോ, ചെറുപയർ 1 കിലോ, മുളക് 1 കിലോ, മല്ലി 1 കിലോ, അരി റൈസ് വന്നിട്ടുണ്ട്, അത് 5 കിലോ. പഴയ രീതിയിൽ തന്നെ എല്ലാവർക്കും കാർഡുള്ളവർക്ക്, റേഷൻ കാർഡ് ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. നാളെ കട തുറക്കും. അവധിയാണ്, ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. പിന്നെ 1ഉം 2ഉം സ്റ്റോക്ക് എടുപ്പാണ്. അത് കഴിഞ്ഞിട്ട് വിഷുവിനൊക്കെ റംസാനൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കും. എന്തുകൊണ്ടാണ് പത്തനംതിട്ടയിൽ മാത്രം 11 ഐറ്റം, ബാക്കിയുള്ള 3ഉം 1ഉം? മേഡം, ഈ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ഈ സാധനങ്ങളുടെ ഷോർട്ടേജ് ഉണ്ട്. നിങ്ങൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് ഈ ഐറ്റംസ് വന്നത്? ഇപ്പോൾ ഈ ബാക്കിയുള്ള 3 ഇനങ്ങൾ എന്നത്തേക്ക് വരും? പഞ്ചസാര എല്ലാം അടുത്ത മാസം ഈ വിഷുവിനൊക്കെ പഞ്ചസാര എത്തുമായിരിക്കും. തോമരയ്ക്കും എല്ലാം ഓർഡർ ആയി കാണും, അത് എത്തും. തോമരയും പഞ്ചസാരയും കൂടെ എത്തിയാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ആവും. മുൻവർഷങ്ങളിലൊക്കെ ഇതിന് മുന്നേ തന്നെ സാധനങ്ങളൊക്കെ വരാറുണ്ടായിരുന്നല്ലോ. നമുക്ക് ആദ്യമേ സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഫെയർ തുടങ്ങുമ്പോൾ ഏതായാലും ഭാഗ്യം കൊണ്ട് ഇന്നലെ മുതൽ സാധനങ്ങളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാനേജർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഐറ്റംസ് വരുമോ ഇല്ലയോ എന്നൊരു ആശങ്ക മേഡത്തിനുണ്ടാകുമല്ലോ. അപ്പോൾ ഇത് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിശദീകരണം കിട്ടാറുണ്ടോ? പറയും ഒരാഴ്ചയ്ക്കകം പർച്ചേസ് ഓർഡർ ആകും. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ ഇല്ലാത്ത സമയത്ത് ഈ ഒരാഴ്ച മുന്നേ പറഞ്ഞത് പർച്ചേസ് ഓർഡർ ആയിട്ടുണ്ട്, മുളകിനും മല്ലിക്കും ഉഴുന്നിനും എല്ലാം. അതുപോലെ തന്നെ സാധനങ്ങൾ എത്തി. റൈസ് നമുക്ക് ഇഷ്ടംപോലെ എത്തിയിട്ടുണ്ട്. ഗോണോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ആളുകൾ കൂടിയുണ്ട്. നികേഷ്, സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തൊക്കെയാണ് വാങ്ങിച്ചത്? തോമര, പിന്നെ പേസ്റ്റ്. സബ്സിഡി സാധനങ്ങളൊക്കെ കിട്ടിയോ? സഞ്ചിക്കകത്ത് കാണുന്നുണ്ടല്ലോ. അത് വാങ്ങിക്കാൻ നിൽക്കുക. ഉഴുന്ന്, പിന്നെ സോപ്പ് പൊടി, സോപ്പ്, പേസ്റ്റ്, എല്ലാ സാധനം. ഇവിടെ രാവിലെ കട തുറന്നപ്പോൾ മുതൽ തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 3 സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്നാണ് ഇപ്പോൾ മാനേജർ പറയുന്നത്. അതിൻ്റെ പർച്ചേസ് ഓർഡർ ആയിട്ടുണ്ട്, അത് ഏതാനും ദിവസങ്ങൾക്കകം വരുമെന്ന് പറയുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇന്നിപ്പോൾ പെസഹ വ്യാഴം, ഇനി ഈസ്റ്റർ വരുന്നു.
ആളുകളൊക്കെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ സപ്ലൈകോ പോലുള്ള കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നത്. പക്ഷേ അവശ്യ സാധനങ്ങൾ പഞ്ചസാര വന്നപ്പോൾ നമുക്ക് പഞ്ചസാര ഇല്ല എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പഞ്ചസാര ഉണ്ടെന്നും പറയുന്നു. ഏതായാലും ഇല്ലാത്ത ഐറ്റങ്ങൾ ഉടൻ തന്നെ വരുമെന്ന് പറയുന്നു. സാധാരണക്കാരെ സംബന്ധിച്ച് ഇവിടെ ഇല്ലാത്ത ഐറ്റങ്ങളാണ് ഇനി ബുദ്ധിമുട്ടുള്ളത്. നമുക്കറിയാം ഈ പൊതുമാർക്കറ്റിൽ മറ്റിടങ്ങളിലൊക്കെ പഞ്ചസാരയ്ക്കൊക്കെ വലിയ വിലയാണുള്ളത്. ഇവിടെ ഈ സബ്സിഡിക്ക് ഈ സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ അനുഗ്രഹം തന്നെയാണ്. ഇത് അതിൻ്റെ ഗോഡൗൺ ആണ്, അകവശമാണ്. ഇവിടെ പാക്കിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നതേ ഉള്ളൂ. വരുന്ന ദിവസങ്ങളിൽ ഇല്ലാത്ത സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ എത്തിക്കുമെന്നും ഈ മാനേജർ പറയുന്നുണ്ട്. നികേഷ്. പ്രവീൺ പുരുഷോത്തമനാണ്. ഭാഗ്യവാന്മാർ പത്തനംതിട്ടക്കാർ, അവർ 11 സബ്സിഡി ഇനങ്ങൾ കൂട്ടിയായിരിക്കും ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷിക്കുക. വിഷു ആകുമ്പോഴേക്കും പഞ്ചസാര അടക്കമുള്ള സാമഗ്രികൾ വരും പഞ്ചസാര അടക്കമുള്ള സാധനങ്ങൾ വരും എന്നുള്ളതാണ് ഏതായാലും സപ്ലൈകോ മാനേജറുടെ പ്രതീക്ഷ. മറ്റിടങ്ങളിൽ പക്ഷേ തിരുവനന്തപുരത്ത് കൊച്ചിയിൽ 1, കോഴിക്കോട് 3 ഇനങ്ങൾ ലഭ്യമാണ്. ഈസ്റ്റർ വിഷു ചന്തകൾ തുടങ്ങാനിരിക്കുകയാണ്. ഔട്ട്ലെറ്റുകളിൽ ചിലയിടങ്ങളിൽ ഒട്ടും സാധനങ്ങളില്ലാത്തത്. പത്തനംതിട്ടയിൽ 11 ഇനങ്ങളുണ്ട് എന്നാണ് മന്ത്രി അല്പം മുമ്പ് പറഞ്ഞത്. നാളെ ആകുമ്പോഴേക്കും ഈ 13 ഇനങ്ങളിൽ ഭൂരിപക്ഷവും വരും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നാളെയുമുണ്ട് നമ്മളിവിടെ തന്നെ, അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മളിവിടെയുണ്ട്. ഈസ്റ്ററിന് എന്തൊക്കെ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിക്കും എന്നുള്ളത് പറയാൻ.